നമ്മൾ യുദ്ധവാർത്തകളിലേക്ക് പോകുമ്പോൾ രണ്ട് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ F-15 A-10 വർത്തോഗ് വിമാനവുമാണ് തകർത്തത്. ഹോർമൂസ് കടലിടുക്കിന് സമീപം വെച്ച് ഇറാൻ വെടിവെച്ചിട്ട വർത്തോഗ് വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും സുരക്ഷിതർ ആണ്. തെക്കൻ ഇറാനിൽ തകർന്നു വീണ F-15 ഒരു പൈലറ്റിനെ ഇസ്രായേൽ രക്ഷപ്പെടുത്തി. ഒരാളെ കാണാനില്ല എന്നാണ് വിവരം. ഇയാളെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇറാൻ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. US-ഉം തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. രണ്ട് യുദ്ധവിമാനങ്ങൾ തകർന്നത് ചർച്ചകളെ ബാധിക്കില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് UN-ൽ നടക്കാനിരിക്കുന്ന വോട്ടെടുപ്പ് അടുത്തയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അജയ് സുധ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, യുദ്ധം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലായിരുന്നല്ലോ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. അത് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? ഒപ്പം യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ. ഇപ്പോൾ നിലവിൽ യുദ്ധം അത് കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇറാൻ തങ്ങളുടെ ആക്രമണം അത് കൂടുതൽ വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ന് രാവിലെ 2 US-ന്റെ യുദ്ധവിമാനങ്ങളാണ് ഇറാൻ ഏറ്റവും പുതുതായി വെടിവെച്ചിട്ടത്. മാത്രമല്ല, അവർ നിലവിൽ ഹോർമൂസ് കടലിടുക്കിന് പുറത്തേക്ക് കൂടി തങ്ങളുടെ നിയന്ത്രണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. ഇന്നാണ് ഈ UN-ൽ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ സമർപ്പിച്ചിരുന്ന പ്രമേയം അത് പാസ്സാക്കാനിരുന്നത്. അതിൽ വോട്ടെടുപ്പ് ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും എതിർപ്പ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ ഒരു പ്രമേയം അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ചില ബഹ്റൈൻ ഉദ്യോഗസ്ഥരെയെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് ആണ് ഇത്തരമൊരു കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹോർമുസിന്റെ കാര്യം അത് നിലവിൽ തീരുമാനമായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ ഹോർമുസിന്റെ പുറത്തേക്ക് കൂടി തങ്ങളുടെ ഒരു സമുദ്രതലത്തിലുള്ള നിയന്ത്രണം വ്യാപിപ്പിക്കാൻ വേണ്ടി ഇറാൻ ചർച്ചകൾ നടത്തുന്നത്. അതായത് ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് മാറി ഏഷ്യൻ ഭൂഖണ്ഡത്തെയും അതുപോലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാബൽ മാൻഡേബ് എന്ന് പറയുന്ന കടലിടുക്ക് ഉപരോധിക്കാനാണ് ഇറാന്റെ ഏറ്റവും പുതിയ നീക്കം എന്ന് പറയുന്നത്. ഈ കടലിടുക്ക് വഴി ആഗോളതലത്തിലുള്ള എണ്ണ വിപണനത്തിന്റെ തന്നെ 10 മുതൽ 12% വരെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. സൂയസ് കനാൽ വഴിയുള്ള ഒരു കപ്പലുകൾ അതെല്ലാം ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് ഈ കടലിടുക്ക് വഴി വേണം കടന്നു വരാൻ വേണ്ടി. അപ്പോൾ ഈ കടലിടുക്ക് ഉപരോധിക്കാനായി ഇറാൻ നീക്കം